ട്രോളിംഗ് നിരോധന കാലത്ത് പൊന്നിന്റെ വിലയാണ് മീനിന്. നെയ്യുള്ള ചാള മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. തമിഴ്നാട് തീരത്ത് നിന്നാണ് കേരളത്തിലേക്ക് മത്തിയുടെ വരവ്. കടലൂർ, നാഗപട്ടണം, തൂത്തുക്കുടി എന്നിവിടങ്ങളിൽ കേരളത്തിലേതുപോലെ സമാനമായ രീതിയിലുള്ള നെയ്ച്ചാള സുലഭമായി ലഭിക്കും. 4050 രൂപയാണ് അവിടെ വില. തമിഴ്നാട്ടുകാർക്ക് നെയ്ച്ചാള താല്പര്യമില്ലാത്തതിനാൽ പിടിക്കുന്ന മുഴുവൻ മീനും കേരളത്തിലേക്കെത്തും. കർണാടകയിൽ നിന്ന് അയലയും ആന്ധ്രയിൽ നിന്ന് കിളിമീനും വരും. ട്രോളിംഗ് നിരോധന കാലത്ത് മീൻ കഴിക്കേണ്ടതുണ്ടോ? ഈ സമയത്തെ മീനിന്റെ ഗുണമേന്മ എത്രത്തോളം വിശ്വസനീയമാണ്? കേരളത്തിൽ പ്രതിവർഷം ആവശ്യമായ മീൻ 9.25 ലക്ഷം ടണ്ണാണ്. പഴകിയ മീൻ പിടിച്ചെടുക്കുന്നത് പുതിയ സംഭവമല്ല. മാത്രമല്ല, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പിടികൂടിയതെന്ന് പറഞ്ഞ് നമ്മുടെ അടുക്കളയിൽ എത്തുന്നത് വരത്തനാവാനുള്ള സാധ്യതയുമുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന മീനിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പരിശോധന ശക്തമാക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. കടലിലെ മത്സ്യക്കുറവും കടൽക്ഷോഭവും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ തളർത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 10 വർഷത്തിനു ശേഷം കഴിഞ്ഞ വർഷം കേരള തീരത്ത് നിന്ന് മത്തി ധാരാളമായി ലഭിച്ചിരുന്നു. എന്നാൽ മറ്റു മീനുകളുടെ ലഭ്യത കുറവായിരുന്നു. മത്സ്യലഭ്യത കുറവായതോടെ കഴിഞ്ഞ മാസങ്ങളിൽ പഴകിയ മീൻ വിൽപ്പന വ്യാപകമായിരുന്നു. രാസവസ്തുക്കൾ ചേർത്ത് മീൻ എത്തിക്കുന്നതായി സംശയമുണ്ട്. മുൻപ് കൂത്താട്ടുകുളം, ഇലഞ്ഞി, പാമ്പകുട എന്നിവിടങ്ങളിൽ നിന്ന് 126 കിലോ പഴകിയ മീനാണ് പിടിച്ചെടുത്തത്. മീനിലെ രാസസാന്നിധ്യം കണ്ടെത്താൻ 6 വർഷം മുൻപ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വികസിപ്പിച്ച പരിശോധനാ കിറ്റ് ഇപ്പോൾ വിപണിയിലില്ല. എത്രയും വേഗം ഈ കിറ്റ് ലഭ്യമാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. 342 രൂപ വിലയുള്ള ഒരു കിറ്റിൽ നിന്ന് 25 തവണ പരിശോധന നടത്താം. തമിഴ്നാട് തീരത്ത് നിന്നാണ് കേരളത്തിലേക്ക് മത്തിയുടെ വരവ്. അവിടെ 4050 രൂപയാണ് വില. തമിഴ്നാട്ടുകാർക്ക് നെയ്ച്ചാള താല്പര്യമില്ലാത്തതിനാൽ പിടിക്കുന്ന മുഴുവൻ മീനും കേരളത്തിലേക്കാണ് എത്തിക്കുന്നത്. അതേസമയം കർണാടകയിൽ നിന്നാണ് അയല എത്തുന്നത്. കിളിമീൻ വരുന്നത് ആന്ധ്രയിൽ നിന്നും. ജില്ലയിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയതോടെ സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. സംശയം തോന്നിയാൽ മൊബൈൽ ലാബ് പരിശോധനയുമുണ്ട്. താപനില കൃത്യമായി ക്രമീകരിക്കുന്ന ഇൻസുലേറ്റഡ് വാനിലായിരിക്കും മീൻ എത്തിക്കേണ്ടത്. ഗുണനിലവാരമില്ലാത്തവ നശിപ്പിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ PK ജോൺ വിജയകുമാർ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ പ്രതിവർഷം ആവശ്യമായ മീനെന്ന് പറയുന്നത് 9.25 ലക്ഷം ടണ്ണാണ്. ഇവിടെ പിടികൂടുന്നത് 6.5 ലക്ഷം ടൺ മാത്രമാണ്. ബാക്കി എത്തുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. പരിശോധന കടുപ്പിച്ചില്ലെങ്കിൽ അഴുകിയ മീൻ കഴിക്കേണ്ടി വരുമെന്ന് മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.